സംഹൃതങ്ങളായി ചതിയുമെന്നോ നിശ്ചയമാത്രമല്ലോ ആകുന്നത് എന്നതുകൂടാതെ കണ്ട മറ്റസാരങ്ങളായി അനിത്യങ്ങളായി അല്പസുഖപ്രദങ്ങളായിരിക്കുന്ന ഓരോരോ അർത്ഥപുത്രമിത്രകളത്രാദികളിൽ ഭ്രമിച്ച് വൃഥാ തന്നെ കാലക്ഷേപം ചെയ്ത് ദുരിതമാർജിച്ചു പോകേലോ ചെയ്യുന്നത്. അതേ ഈ മനുഷ്യർക്ക് പ്രകടം മനുഷ്യജന്മം എളുതായിട്ട് ലഭിക്കുന്ന ഒരു വസ്തു എന്നാൽ ആയതൊക്കെ വയ്യുമ്പോളാം സുഹൃത ദുഷ്കൃതങ്ങൾ തുല്യങ്ങളായിരിക്കും സമയത്തെങ്കിലേ മനുഷ്യജന്മത്തെ ലഭിക്കൂ. എന്ന ജന്മത്തെ ദൈവഗത്യാ ലഭിച്ചവാർ പക്ഷം വ്യർത്ഥമാക്കി കളയാതെ കണ്ട് ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് ദുരിത നിവൃത്തി വരുത്തിക്കൊള്ളുവാനായി കൊണ്ടുവേണം. അതേ എല്ലാ ജനങ്ങളും എല്ലാ സമയത്തെങ്കിലും പ്രയത്നം ചെയ്തു കൊള്ളുവാൻ ആയതാത്രേ ഇവിടെ ജന്മസാഫല്യമാകുന്നത്. രാമചന്ദ്ര അവണ്ണമെല്ലാമിരിക്കുന്ന രാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ഭഗവാന്മാർക്ക് പല പ്രകാരേണ ഉണ്ടാകുമല്ലോ സങ്കടങ്ങൾ. ആധ്യാത്മികങ്ങളായും ആധിഭൗതികങ്ങളായും ആധിദൈവികങ്ങളായും ഇങ്ങനെ ബഹുവിധങ്ങളായും ഉണ്ടാകുന്ന സങ്കടങ്ങളെ ആസകരവും തന്നെ യഥാവലെ ദൂരത്തിങ്കൽ നീക്കിക്കളഞ്ഞ് ഇഹലോകത്തിങ്കൽ സൗഖ്യത്തെയും പരലോകത്തിങ്കലേക്ക് ശ്രേയസ്സായിരിക്കുന്ന മോക്ഷത്തെയും പ്രാപിപ്പിക്കുക ആയതല്ലോ രക്ഷയുടെ പൂർത്തിയാകുന്നത്. എന്നിരിക്കുന്ന രക്ഷയിങ്കൽ ആരുടെ രക്ഷിതാവോ എന്നല്ലേ രാമചന്ദ്ര ഭൂണ്ടമെല്ലാമിരിക്കുന്ന രാമചന്ദ്രൻ ഭഗവാന്മാരെ രക്ഷിക്കട്ടെ. ആര് രാമചന്ദ്രനോ ഇതിനാകുന്നത് ഇത്ര വളരെ സംശയിക്കുന്നത്. സൂര്യവംശാലങ്കാരഭൂതനായി ദശരഥാത്മജനായി സീതാവല്ലഭനായി ഭക്തവത്സലനായിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രനെ തന്നെയാണല്ലോ ഭഗവാന്മാരുടെ രക്ഷയ്ക്കായിക്കൊണ്ട് കൽപ്പിച്ചത്. ആയതുകൊള്ളാം നല്ല സുഖ പടി പോലെ ബോധിച്ചു. ഇത്ര രക്ഷാസാമർഥ്യം ഉണ്ടായിട്ട് തന്ത്രിപടിയെ പോലെ മറ്റാരും തന്നെ ഇല്ലായെങ്കിലും വണ്ണമെല്ലാമിരിക്കുന്ന ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നല്ലോ പറഞ്ഞത് ആയത് ഹേതുവായിട്ട് അവസ്ഥാഭേദവും കൂടി കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഉപാസനയ്ക്ക് പായസത്തെ മഹാരാജാവിനായി കൊണ്ടുകൊടുത്ത് പായസം 3 ഭാര്യമാർക്കായി ഭാഗിച്ചു കൊടുത്ത് പായസം ഭക്ഷിക്ക് ഹേതുവായിട്ട് 3 പേരും ഗർഭം ധരിച്ച് 10 മാസം തികഞ്ഞ് പ്രസവിച്ച് 4 കുമാരന്മാരുണ്ടായതിന്റെ ശേഷം ജാതകർമ്മം നാമകരണം അന്നപ്രാശനം വിദ്യാരംഭം ഇത്യാദികളൊക്കെയും കഴിഞ്ഞ് വസിഷ്ഠാശ്രമത്തിങ്കിൽ വേദാധ്യയനം ചെയ്തും കൊണ്ട് ജ്യേഷ്ഠനായിട്ടുള്ള ഭഗവാൻ ശ്രീരാമചന്ദ്രനും അനുജന്മാരും വർത്തിപൂതം ചെയ്തു. തദനന്തരമാകട്ടെ ബാലാഗ്രസംയന്ത്രിതദശവദനോ വിക്രമീശക്രസൂനു തസ്മിൻ കാലേ ആ കാലത്തിങ്കൽ ആ കാലം എന്ന് പറഞ്ഞാൽ അങ്ങനെയെല്ലാം ഉള്ളതായിട്ടുള്ള കാലം, അപ്രകാരമെല്ലാം ഉള്ള കാലം, അതിവിശേഷമായിട്ടുള്ള കാലം. ഇത് കാലത്തിന്റെ ശ്രേഷ്ഠതയാണ്. എന്താ കാലം എങ്ങനെ ശ്രേഷ്ഠ എഴുതുന്നു? ഓരോരോ കാലങ്ങൾ അങ്ങനെ മാറി വരുമ്പോൾ അത് ശ്രേഷ്ഠമായിട്ടുള്ളതുണ്ടാവാം, അങ്ങനെ അല്ലാത്തതുണ്ടാവാം.
നന്നാന്ന് തോന്നണതും നന്നല്ലാന്ന് തോന്നണതും ഒക്കെ ഉണ്ടാവില്ലേ? ഉണ്ടാവാം. ഇതെങ്ങനെയുള്ള കാലം? അപ്രകാരമെല്ലാമുള്ള കാലം, അതിവിശേഷമായിട്ടുള്ള കാലം. ഇതേപോലെ ഒരു കാലം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. എന്താ കാലത്തിന്റെ പ്രത്യേകത? എങ്ങനെ അത് ശ്രേഷ്ഠമായിരുന്നു ഹൃദയിക്കുന്നു എന്നാണെങ്കിൽ, ഭഗവാൻ ലോകനാഥനായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണു ഭൂമിയിങ്കൽ അവതരിച്ചിട്ടുള്ളതായിട്ടുള്ള കാലം, ഭഗവാൻ മനുഷ്യാവതാരത്തെ ചെയ്തിട്ടുള്ള കാലം, രാമൻ എന്ന പേരോടുകൂടി ഭൂമിയെങ്കിലും വന്ന് അവതരിച്ചിരിക്കണം. അതാണ് അത്ര നല്ല കാലം വേറെ ഇല്ല എന്ന് പറയാം. ഭഗവാന്റെ അവതാര കാലല്ലേ ഏറ്റവും നല്ല കാലം, ശ്രേഷ്ഠമായിട്ടുള്ള കാലം. ഇത് എന്തൊക്കെ എങ്ങനെ അവതരിക്കാൻ? ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചു എന്ന് പറയുമ്പോൾ അത് വെറുതെ ആവില്ലല്ലോ. അതിന്റെ ആവശ്യം എന്താ? പ്രധാന ആവശ്യം ഭൂഭാരം ഇല്ലാണ്ടാവുക, ഭൂഭാരഹരണം, ഭൂമിയുടെ ഭാരം ഇല്ലാണ്ടാവുക. ഇല്ലാണ്ടാവണമെങ്കിൽ ഇപ്പൊ ഉണ്ടായിട്ടുണ്ടാവും. ഭാരം ഭഗവാൻ വന്നിട്ട് വേണത് ഇല്ലാണ്ടാകാൻ. അപ്പൊ ആരാ അത് ഉണ്ടാക്കിയത്? ഇവിടെ ഉള്ള ആളുകൾ തന്നെ. ഭൂമിയുടെ ഭാരം വർദ്ധിപ്പിക്കണതേ അപ്പൊ ഇവിടെ ഉള്ള ആളുകളെ കാണാല്ലേ? അങ്ങനെയുള്ളതൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഭൂമിയുടെ ഭാരം കൂടി ഇല്ലെങ്കിലേ ഉള്ളൂ. ഓരോരുത്തരുടെ അവസ്ഥ കാണുമ്പോ അവർക്ക് തന്നെ നല്ല ഭാരം ഉണ്ടാകും. കനമുള്ളതാ നോക്കുന്നുണ്ട്, കനം കുറഞ്ഞതൊക്കെ 2-3 ഉള്ളൂ. ഇപ്പൊ അങ്ങനെ ഇല്ലാന്നുള്ളൂ. കുറച്ച് കഴിഞ്ഞതൊക്കെ ഇതിനൊക്കെ കനമുള്ളതാവും. ഇപ്പൊ കാണുന്നതിനേക്കാൾ വലിയ കനം വയ്ക്കും. അപ്പൊ അവിടെ വന്ന് ഓരോന്നൊക്കെ വരുന്ന കാണാല്ലേ? ഇങ്ങനെയുള്ളതൊക്കെ ഭൂമിയുടെ മുകളിലുണ്ടല്ല. ഭൂമിക്കെന്നല്ല ആർക്കായാലും കൊണ്ട് നടക്കാൻ പറ്റണം. അപ്പൊ ഭൂമിയുടെ കാര്യത്ത് ഓരോ തരത്തിലുള്ളതാ. ഇവിടെ കാണുന്നത് മാത്രമല്ല, ഓരോ സ്ഥലത്തും ഉണ്ടല്ലോ. ഇപ്പൊ ഭൂമിയുടെ ഭാരം വർദ്ധിക്കുക എന്ന് പറഞ്ഞാൽ മാത്രമല്ല, ഇതൊക്കെ ഒരു പുറത്തേക്ക് എങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അങ്ങനെ ആവുമ്പോ ആ പുറത്ത് ഭാരം കൂടാ. അത് നിങ്ങൾ മാറിയാൽ ഇത് ഏത് പുറത്തേക്കൊക്കെ പോകുന്നത്? ഭൂമിയിലേക്ക് വേണം ഇതെല്ലാം മുഴുവൻ സഹിക്കാൻ. ഭൂമിയുടെ ഭാരങ്ങൾ വർദ്ധിച്ചു എന്ന് പറഞ്ഞാൽ അനവധി ആളുകൾ ഉണ്ടായിരുന്നുള്ളതോ ആളുകളൊക്കെ ഉണ്ടായിട്ടുള്ളതൊക്കെ പലതരത്തിലായതുകൊണ്ടല്ല. പിന്നെയോ ഭൂഭാരം വർദ്ധിക്കുക എന്ന് പറയുന്നത് ദുഷ്ടപ്രജകളുടെ എണ്ണം വർദ്ധിക്കുമ്പോഴാണ്. ദുഷ്ടന്മാരുടെ എണ്ണം ഇവിടെ വർദ്ധിച്ചു എന്ന് മാത്രമല്ല, ദുഷ്കർമ്മങ്ങളും വർദ്ധിച്ചു. ഈ എല്ലാ കാലത്തും സജ്ജനങ്ങളും ദുർജനങ്ങളും ഉണ്ടാകും. അതല്ലാണ്ട് സജ്ജനങ്ങൾ മാത്രമായിട്ടൊരു കാലം, ദുർജനങ്ങൾ മാത്രമായിട്ട് അങ്ങനെ ഇല്ല. ഇത് പിന്നെന്താ വ്യത്യാസം വെച്ചാൽ, ഈ സജ്ജനങ്ങൾക്ക് എല്ലാ കാലവും സൽക്കർമ്മം ചെയ്യണമെന്നാണ്, ദുർജനങ്ങൾക്കും അങ്ങനെ തന്നെയാ അല്ലേ? പറ്റുന്നിടത്തോളം കാലം എന്താ തോന്നിയിട്ടുള്ളത്? പറ്റുന്നിടത്തോളം കാലം ആരെങ്കിലും ഉപദ്രവിക്കണം. അതാണ് ദുർജനങ്ങളുടെ ആവശ്യം. ഇത് പറ്റാണ്ട വരിക എന്നതാണ്. രണ്ടായാലും തങ്ങളെ കൊണ്ട് ഇഷ്ടമുള്ളത് പ്രവർത്തിക്കാൻ സാധിക്കേണ്ടതില്ല. ദുഷ്കർമ്മം ചെയ്യണമെന്നൊക്കെ വിചാരണ്ട, പക്ഷെ കയ്യിൽ കെട്ടിയിരിപ്പാ. ആരും ഉപദ്രവിക്കാൻ പറ്റില്ല. അതിന്റെ വിഷമ ഇവിടെ അടുത്ത് വേറെ ഉണ്ടാകും. വലിയ വലിയ ദുഷ്ടന്മാരൊക്കെ ഇങ്ങനെ അനങ്ങാണ്ടിരുന്നത് അങ്ങനെയാണ്. കുറച്ച് കാലമായി ഇങ്ങനെ വെറുതെ ഇരിക്കണേ. ഇപ്പൊ അങ്ങനല്ല. ഈ ദുഷ്കർമ്മികളായിട്ടുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ അസുരന്മാര്, രാക്ഷസവർഗം, അവരാണ് ലോകത്തിന് മുഴുവൻ ഉപദ്രവം ചെയ്യുന്നത്. പ്രധാനമായിട്ട് ദേവോപദ്രവം ചെയ്യാം. ദേവന്മാർക്ക് ഉപദ്രവം ചെയ്യണം എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യില്ല എന്ന് മാത്രമല്ല, ചെയ്യിക്കുകയില്ല. ആരെങ്കിലും എന്തെങ്കിലും സൽക്കർമ്മത്തിന് പുറപ്പെട്ടാൽ ഒരു ദുഷ്ടൻ ഇപ്പൊ അവിടെ പ്രത്യക്ഷമായിട്ടുണ്ടാകും. അതായിരുന്നു ഒരു നല്ല കാര്യം തുടങ്ങാൻ പോകുന്ന അയാൾക്ക് അയാളുടെ അവിടെ ഇരുന്ന് പറ്റില്ല. എന്നാ ഞാൻ അങ്ങോട്ട് പോയിട്ട് അത് എങ്ങനെയെങ്കിലും ഒന്ന് മുടക്കാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഈ ദുഷ്ടന്മാർ ഓരോ സ്ഥലത്ത് വന്ന് ഇപ്പോഴും. അതല്ലാണ്ട് അവർക്ക് അവിടെ പോകണമെന്ന് വിചാരിച്ചിട്ടല്ല. പോണെന്ന് തോന്നപ്പോഴാ ആരെങ്കിലും ഒരു നല്ല കാര്യത്തിന് പുറപ്പെട്ടു എന്ന് അങ്ങോട്ട് തോന്നിയാൽ നടത്തിക്കാണ്ടിരിക്കാൻ എന്താ മാർഗം? അതിന് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോവാ അല്ലേ? അപ്പൊ ഇവിടെ ഇതന്നെ ഉണ്ടായിരുന്നത്. രാക്ഷസന്മാരുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചതിന് മുമ്പ് എന്തായിരുന്നു വെച്ചാൽ, ഈ അവര് ഭഗവാനെ ഭയപ്പെട്ട ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് കഴിയുന്നു. മഹാവിഷ്ണുവിനെയും മറ്റു ദേവന്മാരെയൊക്കെ പേടിച്ച് അവര് ഒരുമിച്ചല്ല ഉണ്ടായിട്ടുള്ളത്. പിന്നെയോ പല പല ഭാഗത്താ. ഇവിടെ ഒരു 3-4 എണ്ണം, അവിടെ അവിടെ കുറെ എണ്ണം പോയിരിക്കില്ല. ആ അറ്റത്ത് ദുഷ്ടന്മാര് മുഴുവൻ അവിടെ കൂടിയിട്ടുള്ളത്. ദുഷ്ടത്തികളെയൊക്കെ ഒരു പുറത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ടില്ല. അങ്ങനെ ഓരോരോ പുറത്തായിട്ട് അവരെ ഒരുമിച്ചിരിക്കുക വയ്യ എന്നുള്ളതാണ്. കാരണം ഈ സംഘടിച്ചിരിക്കലാണ് എപ്പോഴും നല്ലത്. പക്ഷെ ആ ഭഗവാനെ പേടിച്ചിട്ട് ഒരുമിച്ചിരിക്കാൻ പറ്റണം. ഇത് മാത്രമല്ല, ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പറ്റാണ്ടിരിക്കുന്നു. ഇപ്പൊ അതല്ല.
ഇപ്പൊ അവർക്ക് എന്താ ദുഷ്കർമ്മം എത്ര വേണമെങ്കിലും ചെയ്യാം, നിർബാധം പ്രവർത്തിക്കാം. അതിനെന്താ കാര്യച്ചാൽ എപ്പോഴും ശിക്ഷിക്കാൻ ആളുണ്ടാവുമ്പോൾ രക്ഷിക്കാൻ ഒരാളും കൂടി വന്നാൽ പിന്നെ തൻ്റെ കയ്യിൽ ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ രക്ഷിക്കാൻ ഇവിടെ ഒരാളുണ്ടാവും. ആരാ? ഒരാളെ മുഖ്യസ്ഥാനത്തൊക്കെ കയറ്റിയിരുത്തിയിട്ടില്ലേ? അതിനേക്കാൾ വലിയ ദുഃഖം ഇനി വന്നിട്ടുമില്ല, കണ്ടിട്ടുമില്ല. ഇനി ഇതിനേക്കാൾ വലിയ ദുഃഖം വരുമെന്ന് സംശയം. വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ ആരാ? ഇങ്ങനൊരു കൊള്ളരുതാത്തവൻ വേറെ രാവണൻ. രാവണൻ രാക്ഷസ ചക്രവർത്തിയായിട്ട് ലങ്കയിൽ വന്ന വൈശ്രവണനെ ആട്ടിക്കളഞ്ഞ സിംഹാസനത്തിൽ കയറി ഇരുന്നപ്പോഴാണ് ലോകത്തുള്ള രാക്ഷസന്മാർക്ക് മുഴുവൻ ധൈര്യം. ഇത്രയും കാലം ലോകത്തിന്റെ പല ഭാഗത്തായിട്ട് കഴിഞ്ഞിരുന്ന ആളുകൾ പാതാളത്തിലും ഭൂമിയുടെ അടിയിലും അവിടെ എവിടെയൊക്കെ ആയിട്ട് കഴിഞ്ഞിരുന്ന ആളുകളാ. അവിടെ ഇരുന്ന ആളുകൾ മുഴുവൻ താൻ എന്താ ഇനി അവിടെ ഇങ്ങനെ മാറിയിരിക്കുന്നത്? താനിങ്ങനെ വിഷമിച്ചിരിക്കണ്ട. തനിക്ക് ഒന്നുമില്ലെങ്കിൽ ഇത്ര തന്നെ പ്രായമായിട്ടുള്ളൂ. ഇതാ നോക്കാം, ഇവിടൊക്കെ കുറെ വയസ്സായിട്ടുള്ള രാക്ഷസികളൊക്കെ ഉണ്ടാവും. നിനക്ക് ദണ്ഡിക്കണതിന് കാര്യം നിനക്ക് നല്ല ദണ്ണുണ്ട്. കാരണം നല്ല പ്രായത്തിൽ ആരും ഒന്നും ഉപദ്രവിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം മുതൽ ഇവിടെ വന്നിരിക്കുക. ഇപ്പൊ എണീറ്റ് നടക്കാൻ പറ്റാതായപ്പോഴാണ് ഒക്കെ കിട്ടി, എല്ലാ ഭാഗ്യവും ഉണ്ടാകും. അങ്ങനെ വന്നിട്ട് കാര്യമുണ്ടോ? ഇതൊക്കെ നല്ല കാലത്ത് വേണം അല്ലേ? എന്താ തോന്നുന്നത്? അതിലൊന്നും എണീറ്റ് നടക്കേണ്ട ആവശ്യമില്ല. ഇരുന്നോടത്തിരുന്ന് എത്ര ആളെ വേണമെങ്കിലും ഉപദ്രവിക്കാനുള്ള കഴിവുണ്ട്. അവിടെ ഒരു ഭാഗം ഇരുന്നാൽ മതി, ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം. അല്ലാണ്ട് എണ്ണീട്ട് നടക്കണമെന്നില്ല. അങ്ങനത്തെ ചില ആളുകൾ നല്ല കഴിവുള്ളതാണെങ്കിൽ പോകേണ്ട ആവശ്യമില്ല. അവനവൻ്റെ അവിടെ ഇരുന്നാൽ തന്നെ ലോകത്തിന് മുഴുവൻ ഉപദ്രവമാവും. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാവരും കൂടി എന്നാ ഇനി നമുക്ക് ഇങ്ങനെ കഴിയണ്ട, ഒരു കാര്യം ചെയ്യാം, എല്ലാവരും കൂടി ലങ്കയിലേക്ക് പോവാം. അവിടെ ചെന്നാൽ നമ്മുടെ സ്വാമിയായിട്ട് രാവണനെ അഭിഷേകം ചെയ്ത് അവിടെ ഇങ്ങോട്ട് കഴിയാം എന്ന് നിശ്ചയിച്ച് ലോകത്തുണ്ടായിരുന്ന രാക്ഷസവർഗം മുഴുവൻ എല്ലാവർക്കും ധൈര്യം പോവാ. ഇനി എന്നോടൊക്കെ വേറെ പറയണമല്ലോ. എണീറ്റ് ഇങ്ങനെ പിന്നാക്കം ഇരിക്കണം, കുറച്ചിങ്ങനെ മുമ്പാക്കം ഇവിടെ വന്നിരിക്കാം. എന്തായാലും നമ്മളെല്ലാവരും ഇവിടെ വന്നിട്ടുണ്ടല്ലോ അല്ലേ? വന്നത് എന്തിനാ? ഒരു കാര്യം വിചാരിച്ചിട്ട് എന്നാൽ അത് നേരെ അത് ഒരാളുകൾ കയറിയിരുന്ന മറ്റുള്ളവർക്ക് മനസ്സിലാവും. അതാണ് ഈ ബുദ്ധി ഇല്ലാത്ത ആളുകളാവുമ്പോൾ ഏതെങ്കിലും ഒരുത്തൻ കാട്ടണത് കണ്ടേ ചെയ്യുള്ളൂ. പറയണത് ഇങ്ങോട്ട് കയറിയിരുന്നോളൂ. മുമ്പിലേക്ക് കയറിയില്ല. എത്ര കയറുന്നു? അത് പ്രായാധികതയ്ക്ക് കുറച്ചും കൂടി കയറിയിരിക്കാം. അത് കയറിയിരിക്കാം. നല്ലോണം കയറിക്കോട്ടെ, കുറെ കൂടി കയറിക്കോട്ടെ. അങ്ങനെ ലോകോപദ്രവം അങ്ങനെ തുടങ്ങി. അങ്ങനെ അധികരശലായി കഴിഞ്ഞപ്പോ ഭൂമി ദേവിക്ക് ഭൂഭാരം സഹിക്കാൻ പറ്റാണ്ട് ആ കാലത്താണ് ദേവന്മാരെല്ലാവരും കൂടി ഭഗവാനെ ചെന്ന് കണ്ട സങ്കടം പറയണം എന്ന് നിശ്ചയിച്ചു. അപ്പോൾ ദേവന്മാർക്കും കഴിഞ്ഞുകൂടാൻ പറ്റണം. ഭൂമിയിൽ സൽക്കർമ്മം ഉണ്ടെങ്കിലേ അവിടെയുള്ള ആളുകൾക്കും ശക്തി ഉണ്ടാവുള്ളൂ. ഇവിടെ എത്രയുണ്ട് സൽക്കർമ്മം കുറയണോ അത്രയുണ്ട് ദേവചൈതന്യം ഇല്ലാണ്ടാവും. അങ്ങനെ ആയപ്പോൾ ദേവന്മാരൊക്കെ കൂടി മഹാവിഷ്ണുവിനെ കാണാൻ പുറപ്പെട്ടപ്പോൾ അവർക്ക് തോന്നി നമ്മളായിട്ട് അങ്ങനെ പോയി പറയല്ല വേണ്ടത്. പ്രത്യേകിച്ച് ഭഗവാനെ കാണാൻ വലിയ വലിയ തെറ്റിലേക്കൊക്കെ പോകുമ്പോഴേ പറയാൻ വെച്ചതൊക്കെ ഉണ്ടാവും. എന്നാലും കുറെ കൂടി അവിടെ സ്വാധീനമുള്ള ഒരാളെ കൂടെ കൊണ്ടോട്ടെ. നല്ലോണം പറയുന്ന ആളെ എനിക്ക് അറിയാനിട്ടല്ല. എന്നാലും നമ്മളവിടെ ചെന്ന് പറയാൻ പുറപ്പെട്ട അത്രയും ശ്രദ്ധിച്ചില്ലെങ്കിലോ പറയണം ശ്രദ്ധിക്കണമെങ്കിൽ അതുപോലെ തന്നെ ഒരാൾ വേണം. ബ്രഹ്മാവിനെ കൂടെ കൂട്ടാം എന്ന് നിശ്ചയിച്ച് ബ്രഹ്മാവിനെ കൂടെ കൂട്ടിയിട്ടാണ് വൈകുണ്ഠത്തിൽ ചെന്ന് ഭഗവാനെ സ്തുതിച്ച് പ്രത്യക്ഷനാക്കി സങ്കടങ്ങൾ മുഴുവൻ പറഞ്ഞ് ദേവന്മാരുടെ സങ്കടമൊക്കെ കേട്ട ഭഗവാൻ അവരെ സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചതിന് ശേഷം ആ കാലത്താണ് ഭൂമിയിലെ അയോധ്യ മഹാരാജാവ് ദശരഥൻ സന്തതികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് യാഗം തുടങ്ങി. അവിടെ മഹാരാജാവിന് സന്തതി ഇല്ല. അതാണ് ചില ആളുകൾക്ക് അധികം ഉള്ള ക്രമമാണ്, ചില ആളുകൾക്ക് ഒന്നുമില്ലാത്തതിൻ്റെ. ഇവിടെ മഹാരാജാവിന് രാജ്യം രക്ഷിക്കാൻ ആ സന്തതി ഉണ്ടാവണം എന്ന് വിചാരിച്ചിട്ട് അതിന് യാഗം തുടങ്ങി. ഋഷ്യശൃംഗ മഹർഷി വന്ന് യാഗം തുടങ്ങിയപ്പോൾ ആ കാലത്ത് ഭഗവാൻ എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെയും അനന്തന്റെയും ശംഖചക്രങ്ങളുടെയും ശക്തിയെ ആകർഷിച്ച് അതൊരു പായസ രൂപത്തിലാക്കി ദിവ്യമായിട്ടുള്ള പായസത്തെ പ്രാജാപത്യൻ എന്ന് പേരുള്ള ഒരു ഭൂതത്താന്റെ കയ്യിൽ കൊടുത്തയച്ചു. അവൻ അവിടെ നിന്ന് പുറപ്പെട്ടു. മഹർഷിയുടെ യജ്ഞകുണ്ടത്തെങ്കിൽ പ്രത്യക്ഷീഭൂതനായിട്ട് പായസം മഹാരാജാവിന്റെ കയ്യിൽ കൊടുത്തു. മഹാരാജാവ് യാഗമൊക്കെ അവസാനിപ്പിച്ച ആ പായസം എടുത്ത രാജധാനിയിൽ ചെന്നു. 3 ഭാര്യമാര്, കൗസല്യ, കൈകേയി, സുമിത്ര. സന്തതിക്കേ ഉള്ളൂ ഇല്ലായ്മ, ഭാര്യമാർക്ക് ധാരാളം 2-3 എണ്ണം.
അവ ആ ഭാര്യമാർക്ക് ആദ്യം കൗസല്യക്ക് കൊടുത്തു, കൈകേയിക്ക്. അവർ രണ്ടാളും കൂടി അവരുടെ പങ്ക് സുമിത്രയ്ക്കും കൊടുത്തു. അങ്ങനെ വന്ന പായസം ഭക്ഷിച്ച മൂന്നാളും ഗർഭം ധരിച്ചു. 10 മാസം തികഞ്ഞ് മൂന്നാളും പ്രസവിച്ചപ്പോ ഭഗവാൻ കൗസല്യയുടെ പുത്രനായിട്ട് ഭുജാതനായി. മറ്റുള്ള ആളുകളും കൈകേയിക്കൊരു പുത്രൻ, സുമിത്രയ്ക്ക് 2 പുത്രന്മാർ. ഇങ്ങനെ ഉണ്ടായി. മഹാരാജാവ് കുറിച്ച ജാതകർമ്മൊക്കെ കഴിഞ്ഞു. 28ാമത്തെ ദിവസമായപ്പോൾ നാമകരണം. ആ നാമകരണത്തിന് ഭഗവാനാണുള്ള ആദ്യത്തെ പുത്രൻ. എടുത്ത് മടിയിലേക്ക് ഇങ്ങോട്ട് വെച്ചു. എന്താ പേര് വേണ്ടത്? ആരോടാ ചോദിക്കുന്നത്? ശിശുവിനോടോ? 28 ദിവസം എന്നൊക്കെ പറഞ്ഞാൽ കയ്യും കാലും ഒരു അടിക്കണ പ്രായ. ആ ശിശുവിനെ എടുത്ത് മടിയിൽ വെച്ചിട്ട് എന്താ പേര് അത് പറയില്ലോ ചോദിച്ചാ? എന്താ പേര് വേണ്ടതൊക്കെ നേരത്തെ കയ്യിൽ പിടിച്ചു വെക്കണം അല്ലേ? സന്തതി ഉണ്ടാവണേന് മുമ്പ് തന്നെ ഇപ്പൊ ആളുകൾ പേര് നിശ്ചയിക്കും. പേരൊക്കെ നിശ്ചയിച്ച് കുറച്ചു കാലം കഴിഞ്ഞിട്ട് സന്തതി ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ വിവാഹം കഴിയുന്നതിന് മുമ്പ് ഉണ്ടായാൽ മതി കേട്ടോ എന്ന് ആദ്യം തന്നെ നിശ്ചയിക്കും. അത് കഴിഞ്ഞിട്ടാണ് സന്തതിയുടെ ആവശ്യത്തിന് പുറപ്പെടുക. അപ്പോഴാണ് എന്താ ഇപ്പൊ കാണാറില്ലേ, പേര് കേമ 4 മാത്രമേ ഉള്ളൂ അപകടം. നല്ല പേരാ, അതിവിശേഷമായിട്ടുള്ള പേര്. അതിങ്ങനെ ഒരു മാറ്റിയാലും കൊണ്ട് കൊടുത്തൂരോ എന്ന് തോന്നും. ഒരു പേരും ആളും തമ്മിൽ ബന്ധം ഉണ്ടാവില്ല. അതെന്താ പേര് വെച്ചാൽ ഉണ്ടായതിന്റെ മുഖത്ത് നോക്കിയിട്ട് വേണം പേരിടാൻ. ചില ആളുകളിലൊക്കെ പേരൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്താ പേര്? സുന്ദരൻ. ആർക്കും അങ്ങനെ ഒരു അഭിപ്രായമില്ല. ഉണ്ടായ കാലത്ത് ചിലപ്പോൾ അച്ഛനും അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടാവും മടിയിൽ കിടന്നപ്പോൾ സുന്ദരനാണെന്നുള്ളത്. ഇപ്പൊ ആർക്കും ഇല്ല അല്ലേ? ആ പേരും ആളും തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടോ വല്ലതെങ്കിലും? ഇങ്ങനെ വരാണ്ടിരിക്കാനാണ് ആ ശിശുവിനെ എടുത്ത് മടിയിൽ വെക്കുമ്പോ എന്താ മനസ്സിൽ തോന്നുന്നത് വെച്ചാൽ ആ പേരാ വേണ്ടത്. ഇവിടെ ഭഗവാനെ എടുത്ത് അങ്ങനെ മടിയിലേക്ക് കിടത്തിയപ്പോ രാമൻ എന്നുള്ള പേര് അങ്ങനെ തോന്നുക. ഇതെന്താ തോന്നുക? അത്രയും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പേര് വേറെ ഇല്ല. അതിവിശേഷമായിട്ടുള്ള പേര്. എന്താ അതിന്റെ താല്പര്യം വെച്ചാൽ രമിപ്പിക്കണ ആള്, സന്തോഷിപ്പിക്കണ ആള്. സന്തോഷിപ്പിക്കും ആരെ? അവനവന്റെ ആളുകളെ അല്ലാണ്ടാരെ? ലോകത്തെ മുഴുവൻ സന്തോഷിപ്പിക്കാൻ. അതായത് ഭഗവാന്റെ രൂപം അങ്ങോട്ട് കണ്ടാൽ ചക്ഷുസുള്ള ആർക്കും മനുഷ്യൻ തന്നെ ആവണമെന്നില്ല. ആ രൂപം ആകൃതി വിശേഷം അങ്ങോട്ട് കാണുമ്പോഴേക്കും എന്തെന്നില്ലാതെ കണ്ടുള്ള ആനന്ദം എവിടുന്നോ വന്നെന്നറിയാൻ മനസ്സിലാവും. അങ്ങനെ ഉള്ളതുകൊണ്ടാണ് രാമൻ എന്ന് പേരുണ്ടായത്. മറ്റുള്ള ആളുകൾക്ക് ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്ന നാമകരണം നടത്തി. പിന്നെ അന്നപ്രാശനം കഴിഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ അടുത്തത് വിദ്യാരംഭം. പിന്നെ അങ്ങനെ കഴിഞ്ഞോ വിദ്യാഭ്യാസം നടക്കാറായപ്പോൾ ഗുരുനാഥന്റെ അടുത്ത് 4 ആളോടെ ചെന്നു. വിദ്യാഭ്യാസത്തിന്റെ തട്ടി തസ്മിൻ കാലേ ആ കാലം, അതായത് ഭഗവാൻ ഭൂമിയിൽ വന്ന് അവതരിച്ചിട്ട് അനവധി കാലമൊന്നും ആയിട്ടില്ല, വളരെ കുറച്ച് കാലം. ആ കാലത്ത് എന്തുണ്ടായില്ല, വന്നിട്ട് കുട്ടിയായിട്ട് അവിടെ കഴിയുന്നു. ആ പ്രായത്തിൽ എന്താ സംഭവിച്ചത്? തസ്മിൻ കാലേ, ആ കാലത്ത് എന്ത് സംഭവിച്ചു എന്നെങ്കിൽ ദേവാ വാനരാൻ അജനയൻ, ദേവന്മാര് വാനരന്മാരെ ജനിപ്പിച്ചു. ഭഗവാൻ അവതരിച്ച അതേ കാലത്ത് തന്നെ ദേവന്മാര് വാനരന്മാരെ ജനിപ്പിച്ചു. എന്താ കേട്ടിട്ടൊന്നും മനസ്സിലാവാത്ത ശായില? ദേവന്മാര് വാനരന്മാരെ ഇതൊക്കെ ദേവന്മാരെ കാണാൻ ദേവറേണ്ടതിന് വാനരന്മാരെന്ന് പറഞ്ഞപ്പോ അത് മനസ്സിലായില്ലെങ്കിൽ അങ്ങോട്ട് നോക്കിയാൽ കാണാം. എന്നിട്ട് മനസ്സിലായില്ല.